ഹലോ ക്യൂട്ടീസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവരും എക്സാമൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എല്ലാവരും പേടിക്കത്തില്ലേ? അതിനുള്ള കുറച്ച് ടിപ്സ് മാത്രം പറയുകയാണ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതുള്ളൂ. ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം പ്രെയർ ചെയ്യണം. നമുക്ക് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് പ്രെയർ എന്നുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ സീരിയൽ വൈസ് എഴുതണം. 1, 2, 3 എന്നുള്ള സീരിയൽ വൈസ്. അതായത് 1-ന് ശേഷം പോയി 10ാമത്തെ ആൻസർ എഴുതിയ ടീച്ചർമാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീഡ് ഫസ്റ്റ്, പിന്നെ ഡോണ്ട് പാനിക്ക്. റീഡ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം റീഡ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ ഒരിക്കലും പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും നമ്പറൊക്കെ എഴുതുമ്പോൾ മിസ്റ്റേക്ക് ആക്കല്ലേ. 1ൻ്റെ എയും ബിയും പാട്ടുണ്ടെങ്കിൽ എയും ബിയും എഴുതിയ ശേഷം മാത്രമേ 2 എഴുതാവുള്ളൂ. അല്ലാതെ 1ൻ്റെ എ എഴുതിയ ശേഷം 2ൻ്റെ കൂടെ പോയി ബി എഴുതിയേക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റുകൾ ചെറിയ ചെറിയ വരുമ്പോൾ മാറ്റി പിടിക്കണം. പിന്നെ നമ്മൾ വയ്ക്കുന്നത് ഡൂട്ട് വൈസ്. മാത്സ് ഒക്കെയാണ് ഏറ്റവും ബച്ചൻ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കി ആൻസർ കറക്റ്റാണോ നോക്കിയിട്ട് മാത്രമേ എടുത്തെഴുതാവുള്ളൂ. പിന്നെ എപ്പോഴും ഒരെണ്ണം എഴുതിയ ശേഷം ഒരാൻസറിന് ശേഷം ഒരു ശകലെങ്കിലും ഒരു സ്പേസ് ലീവ് ചെയ്യണം. കാരണം വെച്ചാൽ സ്പേസ് ചെയ്യുമ്പം നമുക്കറിയാൻ പറ്റും, നമ്മുടെ നീറ്റ്നെസ് വരും, ടീച്ചറിന് വായിക്കുമ്പോൾ ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാം കൂട്ടിക്കുഴച്ചിഴക്കല്ലെന്ന് പറയുന്നത് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യനും എഴുതുമ്പോഴത്തേനാണ് നെക്സ്റ്റ് നമ്മൾ എന്തോ ആണെന്നുള്ളത് നീറ്റായിട്ട് എഴുതിയ ശേഷം മാത്രമേ എഴുതാവുള്ളൂ കേട്ടോ. നീറ്റ് ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും എന്തായാലും നീറ്റായിട്ട് എഴുതണം കേട്ടോ. പിന്നെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം സൈഡിലായിട്ട് വരയ്ക്കുന്നതെല്ലാം നീറ്റായിട്ട് എഴുതണം. പിന്നെ എല്ലാ കാൽക്കുലേഷനും നമ്മൾ സൈഡിൽ മാർജിൻ ഇട്ട് ചെയ്യണം കേട്ടോ. മാത്സിനാണ് സ്പെഷ്യലി ചെയ്യുന്നത്. പിന്നെ ആൻസർ എഴുതിയ ശേഷം എല്ലാ ആൻസറിനും ലാസ്റ്റ് ഒരു കോളം വരച്ചിട്ടാണ്, ഫൈനൽ ആൻസറിന് ഒരു കോളം വരച്ചിട്ടിട്ടാണ് ടീച്ചറിന് അപ്പോൾ ഈസി ആവും കണ്ടുപിടിക്കാൻ. അത് മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ മാർക്സ് എന്തുവാണെന്നുള്ള ചെക്ക് ചെയ്യണം. നമ്മുടെ മാർക്ക് ശരിക്കാണോ, നമ്മൾ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ട്വൈസ് ആയിട്ട് 2 പ്രാവശ്യം എങ്കിലും ചെയ്യണം. ചിലപ്പോൾ 2.5 മാർക്കിൻ്റെ ആയിരിക്കും, 3 മാർക്കിൻ്റെ ഒക്കെ. അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വേണം അതിനുള്ള ആൻസർ എഴുതാൻ കേട്ടോ. അതുകൊണ്ടാണ് ചെക്ക് മാർക്സ് എന്ന് എഴുതുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും, ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുള്ള ആൻസറും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻസറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ ആയിരിക്കും എഴുതണം. ആ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ 5 മാർക്കിൻ്റെ ആണെങ്കിൽ അത്രയും ലോങ് ആയിട്ട് ആൻസർ വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനനുസരിച്ച് മാർക്കിനനുസരിച്ചുള്ള ആൻസറാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റാണ് റീഡ്. എല്ലാ ഫൈനൽ ആൻസറും നമ്മൾ എഴുതിയൊന്ന് ലാസ്റ്റ് 2 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിൽ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ആൻസർ പേപ്പർ കൊടുക്കാമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയോ, ആൻസർ എല്ലാം എഴുതിയോ, നീറ്റാണോ, പേര് നമ്പർ എല്ലാം ചെക്ക് ചെയ്യണം ഒരു ശകലത്തിനനുസരിച്ച് കേട്ടോ. പിന്നെ അടുത്ത വിന്നേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് ആണ് നമ്മുടെ ഷബ്നാസ് ഡയറി കേട്ടോ. ഷബ്നാസ് ഡയറിക്കാണ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ആരാണ്, നമ്മുടെ മലയൻസ് വ്ളോഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്തായാലും അത് ഞാൻ എഴുതി കാണിച്ചേക്കാൻ നിങ്ങൾ ഐഡിയുടെ ചിഹ്നം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫാത്തിമയാണ്. ഫാത്തിമ ഫൗസിയയ്ക്കാണ് 3ാമത്തെ സമ്മാനം കൊടുക്കുന്നത്. ഇനി അടുത്ത ആളാരാണെന്നറിയാമോ? അടുത്തത് നമ്മുടെ ആർട്ട് പാലറ്റാണ്. ആർട്ട് പാലറ്റിനാണ് അടുത്ത ഗിവ് കൊടുക്കുന്നത്. പിന്നെയുള്ളത് മഞ്ജിമ എന്നാണ് പറയുന്നത് തോന്നുന്നു കേട്ടോ, മഞ്ജിമ മനോജ് കേട്ടോ. അടുത്ത ആളെന്ന് പറയുന്നതാണ് നമ്മുടെ മലാലാസ്. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, എനിക്കറിയത്തില്ല. മലാലാസ് വേൾഡ് എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും എന്നെ ജിമെയിലിൽ മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ID-യിൽ നിങ്ങൾ അഡ്രസ്സുമായിട്ട് കറക്റ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്ത് അറിയണം. 12-ാം തീയതി മാർച്ച് വരെ ഞാൻ വെയിറ്റ് ചെയ്യുക, അന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ്. അതിനുശേഷം ഞാൻ ഒരാളുടെയും അഡ്രസ്സ് ഒന്ന് സ്വീകരിക്കുന്നത്. അപ്പോൾ 12-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഒന്നിൽ മെയിലിനകത്ത് എനിക്ക് അയക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് അയച്ചിടാം. 2 പേരും ഇത്രയും പേര് 6 പേർക്കുള്ളതാണ്. ഞാനിങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വെച്ചുകൊണ്ടല്ല, എല്ലാവർക്കും നല്ല നല്ല ഗിഫ്റ്റുകൾ ചെറിയ എൻ്റെ രീതിയിലുള്ളൊരു സന്തോഷത്തിനനുസരിച്ച് കൊടുക്കുവാണ്. പിന്നെ ഒന്നുകൂടി ഞാൻ കാണിച്ചേക്കാം ലാസ്റ്റ് ആകൊക്കെ വിന്നർ എന്നുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് 12-ാം തീയതി ശേഷം ഞാൻ പിന്നെ വിന്നറിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അഡ്രസ്സ് അയച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ കാണിക്കുവാണ് ആരൊക്കെയാണ് വിന്നർ എന്നുള്ളത്. ഷബനാസ്, മലാൻസ്, പിന്നെ ഫാത്തിമ, പിന്നെയുള്ളതാണ് ആർട്ട് പാലറ്റ്, പിന്നെ മഞ്ജിമ മനോജ്, പിന്നെ മലാലാസ്. കൺഗ്രാജുലേഷനും എല്ലാവർക്കും കിട്ടിയവർക്കെല്ലാം സന്തോഷമായിരിക്കും. കിട്ടാത്തവർ വിഷമിക്കേണ്ട. ഈ മാസം ലാസ്റ്റ് വീണ്ടും ഒരു ഗിവ് അവേ നടക്കുന്ന അറിയാലോ. ഫുൾ മന്ത് കമൻറ്റിനനുസരിച്ചായിരിക്കും ഗിവ് അവേ നടക്കുന്നത്. പിന്നെ ഇനിയും കമൻറ്റ് നല്ലവണ്ണം ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും ഈ വീഡിയോ ഫുൾ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തിടെ ഗിവ് അവേ ഈ മാസം ഉണ്ട് കേട്ടോ, ഒരു ഗിവ് അവേ, ഒരാൾക്കുള്ള ഗിവ് അവേ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കണം. പെട്ടെന്ന് തന്നെ എനിക്ക് അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ. ബൈ.